ഹേ ഗെയ്സ്, ഇതൊരു ടെമ്പിൾ വ്ളോഗാണ്. ഇപ്പോൾ ഷാർപ്പ് 5 o'clock ആണ്. ഇപ്പോൾ നമ്മൾ പറശ്ശിനി ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഒരു 2 years ബിഫോർ അമ്മായി എനിക്ക് വേണ്ടിയിട്ടൊരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഇടുങ്ങാൽ അമ്പലത്തിൽ പൈസ ഇട്ടിട്ടെല്ലാം റെഡിയായിട്ട് പോവാണ്. നമ്മൾ മോർണിംഗ് ഇറങ്ങിയത് കൊണ്ടും പിന്നെ ആ ഒരു ടൈമിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 6:50 ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെയ്യം മിസ്സാവും. പിന്നെ തെയ്യം കാണാനാണല്ലോ നമ്മൾ മെയിനായിട്ട് പോയത് തന്നെ. അപ്പോൾ നമ്മൾ നേരെ പറശ്ശിനി ടെമ്പിളിലേക്ക് പോവാണ്. നമ്മളെ കുഞ്ഞുമണിക്ക് പിന്നെ ആരെങ്കിലായിട്ട് എടുത്ത് നടന്നാൽ മതി. ആരെടുത്ത് നടന്നാലും എൻ്റെ ലീവ്സ് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കും ഏട്ടനും വലിയ ടെൻഷനേ ഉണ്ടായിട്ട ലീവ്സിനെടുത്ത് നടക്കണം എന്ന് വിചാരിച്ചിട്ട്. ഓരോരാളായിട്ട് അമ്മയും അമ്മായും മുന്നും അർജലായിട്ട് ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ പൂജ കഴിക്കാൻ വേണ്ടിയിട്ട്, പൂജ അല്ല നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റെല്ലാം ആക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെ പെങ്ങളും നമ്മൾ പോകുമ്പോഴേ പൈൻകുറ്റി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ എല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് അതിൻ്റെ ലിസ്റ്റെല്ലാം ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കാലെല്ലാം കഴുകി. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് ഇല്ലാത്തതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലെ തെയ്യത്തിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ നേർച്ചയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ലേറ്റാക്കിക്കൊണ്ടിരുന്ന അതിൻ്റേതായ ബുദ്ധിമുട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ശരിക്കും മുമ്പേ പോവേണ്ടതാണ്. അപ്പോഴും ഇങ്ങനെ ഓരോരോ ഇഷ്യൂ എല്ലാം വന്ന് നമുക്ക് പോകാൻ പറ്റിയിട്ടാണ്. കഴിഞ്ഞ മാസം നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴ നല്ലോണം ഉണ്ടായതുകൊണ്ടും പിന്നെ നമ്മൾ ലീവ്സ് ഇല്ലതുകൊണ്ടും നമുക്കത് ഈസി ആയിട്ട് പോകുന്ന പോസിബിൾ അല്ലല്ലോ. അങ്ങനെയാണ് ഇത് നീണ്ട് ഇവിടം വരെ എത്തിയത്. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷെ മുത്തപ്പൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. മുത്തപ്പൻ തെയ്യം ഏടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് പോവലുണ്ട്. ഇതിപ്പോൾ വീടെല്ലാം ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലെല്ലാം അധികം മുത്തപ്പൻ തെയ്യം വെക്കുമല്ലോ. അതിപ്പോൾ ഹൗസ് വാമിങ് നമ്മൾ പറഞ്ഞിട്ടെങ്കിലും മുത്തപ്പൻ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുത്തപ്പനെ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ എൻ്റെ ഈ നേർച്ച പറഞ്ഞത് ആ കാര്യം മുത്തപ്പനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ ഒരു ഇത് മാറിക്കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഈ കുട്ടി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അമ്പലത്തിൽ നിന്നൊരു 10 മിനിറ്റ് മുമ്പിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു റെസ്റ്റോറൻ്റാണ്. പേര് ഉടുപ്പി എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡാണെങ്കിൽ ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും അടിപൊളിയാണ്. നമ്മൾ ഈ ഹോട്ടലിൽ കയറിയാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലവും ടേബിളും കാര്യങ്ങളെല്ലാം ഭയങ്കര നീറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ. ഇവിടെയാണെങ്കിൽ എല്ലാം ഭയങ്കര നീറ്റാണ്. പിന്നെ മസാല ദോശയാണെങ്കിലും ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും എല്ലാം അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പറശ്ശിനിക്കടവ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അമ്മയാണ് കുഞ്ഞിനെടുത്ത് ചായ കൊടുക്കുന്നില്ലത്, മസാല ദോശയെല്ലാം കൊടുക്കുന്നില്ല. ലീവ്സ് ആണെങ്കിൽ എന്നെയും ഏട്ടനെയും ലീവ്സിന് വേണ്ട അമ്മേനെ കിട്ടിയാൽ. അപ്പോൾ അമ്മക്ക് നേരെ ചായ കുടിക്കാൻ പോലും കഴിഞ്ഞിട്ടാണ് അമ്മേരെ വടയെല്ലാം ലാസ്റ്റ് ഞാനും ഏട്ടനെയാണ് കഴിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് അധികവും മസാല ദോശേൻ്റെ ഒന്നിച്ച് വട തരലില്ല എല്ലാ ഹോട്ടലിലും. ഇവിടെയാണെങ്കിൽ നമ്മൾ മസാല ദോശയും ഗീ റോസ്റ്റും പറഞ്ഞാലും അവർ വട അതിൻ്റെ ഒപ്പം തന്നെ ആഡാക്കി തരുന്നുണ്ട്. ചിലപ്പോൾ അവർ പേയ്മെൻറ്റ് എടുക്കുമായിരിക്കും. പക്ഷെ വടയാണെങ്കിലും നല്ല ചൂട് വടയാണ്. ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് നേരെ പോകുന്നത് തൃച്ചംബരം ടെമ്പിളിലേക്കാണ്. ഇത് വിചാരിക്കാതെ പോകുന്നതാണ്. നമ്മളൊട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ പറശ്ശിനി പോയി നേരെ വീട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ തൃച്ചംബരം ടെമ്പിളിലേക്കും പിന്നെ അത് കഴിഞ്ഞ് രാജരാജേശ്വരി ടെമ്പിൾ കൂടിയുണ്ട്. അപ്പോൾ ഈ 2 ടെമ്പിളും നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും ഏട്ടൻ്റെ പരിപാടി ഇതാണ്, ലോട്ടറി എടുക്കുന്ന കാണുമ്പോൾ അടിക്കുന്നല്ലാന്ന് തോന്നുന്നത്. പക്ഷെ അടിക്കലില്ല കേട്ടോ, വെറും പ്രഹസനമാണ് ഏട്ടൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴി ലീവ്സ് ഉറങ്ങി. അങ്ങനെ നമ്മൾ രാജരാജേശ്വരി ടെമ്പിളിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. ഇപ്പോൾ വീഡിയോ എത്തി. പിന്നെ ഇവിടെ ഒന്നും നമ്മൾ ഫോണ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ലീവ്സിൻ്റെ കരച്ചിലും ബഹളമെല്ലാം ആയിരുന്നു. ലീവ്സിൻ്റെ മൂഡ് മൊത്തം പോയി. പിന്നെ വരുന്ന വഴിയിൽ നമ്മളൊരു 12 മണി 12:30 ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.